ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ആളുകളോട് സംസാരിക്കുമ്പോൾ ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. മനസ്സിലായോ? അങ്ങനെ കോട്ടും വന്നു. ഇനി കല്യാണത്തിനൊരു കോട്ടവും വരില്ല. നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. കഷ്ടം. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒന്ന് വേഗം കഴിഞ്ഞു കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഭർത്താവ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കും. ഞാനത് നേരത്തെ പറഞ്ഞത്. ചേട്ടാ ജ്യൂസ് എടുത്ത് കുടിക്കേ. വയറ് നിറഞ്ഞിരിക്കുക. അത് കുഴപ്പമില്ല ചേട്ടാ, ഒന്നുകൂടെ എടുത്ത് കുടിക്കേ, കഴിക്കേ. എനിക്കുള്ളതോ? ചേട്ടനുള്ളത് ഞാൻ കൊണ്ടുവരാം. ആ ശരി ശരി. സുമേ ഇത് പിടിക്കേ. എന്നെ അവിടെ വിളിച്ചോണ്ടിരിക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ ജ്യൂസ് എടുത്തോണ്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതല്ലേ. പോയിട്ട് വാ. ചേട്ടനുള്ളത് കൊണ്ടുവരും. കൊണ്ടുവരുമോ? ഉറപ്പായിട്ട് കൊണ്ടുവരും. സുധേവേട്ടാ നിക്ക്. മുത്തശ്ശിക്ക് മരുന്ന് കഴിക്കാനുണ്ടെന്നും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ മോളെ ഇങ്ങനെ ഓർത്തു വെച്ചേ. വീട്ടിൽ എനിക്കൊരു മുത്തശ്ശിയുണ്ട്. മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഞാനാ. എന്താ മോളുടെ പേര്? നന്ദിനി. ആ നല്ല പേരാട്ടോ. ഞാനാണെങ്കിലേ കുറച്ചു കഴിഞ്ഞാ മക്കൾ ആരെങ്കിലും വന്നാ അവരുടെ കൂടെ അങ്ങ് പോകും. പിന്നെ നാളെ രാവിലെ കല്യാണത്തിന് വരാം. ശരി, മുത്തശ്ശി കഴിക്കേ. കാർത്തിക വരൂ, ഭക്ഷണം കഴിക്കും. ശരി പോലെ. പത്മ അതാ വരുന്നു. മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ ആളുകൾ ഇരുന്ന് തുടങ്ങി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ലു മോളെ. മുത്തശ്ശി മോളെ കണ്ടിട്ടേ പോകും. മുഴുവൻ കഴിക്കണേ. ചേട്ടന്റെ ഈ ഓട്ടം കണ്ട കാലിനൊരു കുഴപ്പമില്ലെന്നേ തോന്നൂ. എന്റെ കാലിന് ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഗൗനിക്കുന്നുമില്ല. ഇവിടെ കൊടുക്ക്. ആ ടേബിളിലുള്ളവർക്കും കൂടെ കൊടുക്കണേ. നിന്നോട് ആരാ പറഞ്ഞത് എന്റെ പ്ലേറ്റ് വിളമ്പാൻ? നീയൊന്നും വിളമ്പിത്തന്ന് ഭക്ഷണം കഴിക്കേണ്ട ഗതികേട് കാർത്തികേയൻ ഉണ്ടായിട്ടില്ല.
എന്താ കാർത്തികേട്ട ഈ പറയണേ? നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നത് മുതൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്ദിനിമോടല്ലേ നോക്കുന്നത്? കെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് പോയാ മതി. ഇവള് വിളമ്പി തരുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇതെന്റെ പ്ലേറ്റിൽ നിന്ന് എടുക്ക്. എന്താ നീ നോക്കി നിൽക്കുന്നേ? ഇത് എടുക്കാനാ പറഞ്ഞത്. എടുക്ക്. എന്തു പറ്റി? ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭക്ഷണത്തിന് ഒരു പ്രശ്നമില്ല പത്മേടത്തി. പക്ഷെ ഇത്രയും ചെലവ് ചെയ്തൊരു കല്യാണം നടത്തുമ്പോ വിളമ്പി കൊടുക്കാൻ അല്പം മാന്യതയുള്ളവരെ നിർത്തിക്കൂടെ? ഇവിടെ പോലുള്ള വേലക്കാരികളാണോ മാന്യമായ ഒരു ഭക്ഷണം വിളമ്പി തരുന്നത്? അതിനേക്കാൾ പട്ടിണി കിടന്നാ പോരെ? വിളമ്പിക്കോ ചേട്ടാ. കഴിക്കും. ഞാൻ കഴിച്ചോളാം ചേട്ടാ. പക്ഷെ അവൾ ഇവിടെ കിടന്ന് മേയുന്നത് ഞാൻ കുറെ നേരമായി കാണുന്നു. അതെന്തായാലും ഒരു കുടുംബത്തിന് അന്തസ്സല്ല. നിന്നോട് ആരടി ഭക്ഷണം വിളമ്പാ പറഞ്ഞ? അത് എച്ചിന് വാരുന്ന കൈകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുത്താൽ അതാരെങ്കിലും സഹിക്കോ? ഇനി ഇതിനകത്ത് കണ്ടുപൊരുത്തു നിന്ന് പുറത്തെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പോയി ചെയ്. പോ. മോളെ, ക്ഷമയാണെങ്കിൽ പറയണ്ട സർ. എനിക്കിപ്പോ ഇത് ശീലമായി. ഈ കല്യാണം കഴിയുന്നവരല്ലേ എനിക്കിത് കേൾക്കേണ്ടതുള്ളൂ. നീ നോക്കിക്കോ. ഇവിടെ നിന്ന് തിരിച്ച് മടങ്ങുന്നതിന് മുമ്പ് അവൾക്ക് ഞാനൊരു പണി കൊടുത്തിരിക്കും. നീ കഴിക്കും. മോളെന്താ അകത്ത് പോയിട്ട്? അവിടെ ഭക്ഷണം വിളമ്പാൻ ആവശ്യത്തിന് ആളുണ്ടച്ചാ.